നമസ്കാരം. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് നിയമം ചില അനാവശ്യ പരിഗണനകൾ നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നിയമമാണ് 498A അഥവാ സ്ത്രീധന ഗാർഹിക പീഡന നിരോധന നിയമം. ഈ ഒരു നിയമം നിലവിൽ വന്നതോടെ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് വിവാഹമോചന കേസുകളുടെ എണ്ണവും കൂടി. ഇത്തരം ഈ ഒരു നിയമത്തിൽ, അതായത് 498A എന്നുള്ള ഒരു നിയമത്തിൽ കുരുങ്ങി ജീവിതം നഷ്ടപ്പെട്ട നിരവധി പുരുഷന്മാരുണ്ട് രാജ്യത്ത്. പക്ഷെ അതൊന്നും പറയാൻ പാടില്ല. കാരണം സ്ത്രീയും പുരുഷനും ഒക്കെ തുല്യരാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും, നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും, ഇത്തരം ഇരവാദമുയർത്തുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ അവിടെ പുരുഷൻ ക്രൂരനും അല്ലെങ്കിൽ സ്ത്രീ മാലാഖയുമായി തീരുന്ന ഒരവസ്ഥയാണ്. കേൾക്കുന്ന പലർക്കും ഒരു അസ്വസ്ഥത തോന്നിയേക്കാം. പക്ഷേ ഈ ഒരു നിയമം 498A എന്നൊരു നിയമം എത്രമാത്രം സമൂഹത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അത് ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നലെ ഒരു സംഭവം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലുണ്ടായി. അവിടെ 55-കാരിയായ പ്രീത എന്ന് പറയുന്ന ഒരു വീട്ടമ്മയെ അവരുടെ മകൾ ബിന്ദിയുടെ ഭർത്താവ് അനിൽകുമാർ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നു. അവരുടെ ഭർത്താവ് ബാബു, അദ്ദേഹം KSRTC ജീവനക്കാരനായിരുന്നു, റിട്ടയറായി. അദ്ദേഹത്തിനെയും ഈ മരുമകൻ ആക്രമിച്ചെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു. ഒരു അപ്പാർട്ട്മെൻറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഇവരെ ഈ മരുമകൻ അതിക്രമിച്ചു കയറിയാണ് ചുറ്റിക കൊണ്ട് ആക്രമിച്ചത്. ഈ പ്രീതയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അവർ മരിച്ചിരുന്നു. ഇവരുടെ മകൾ ബിന്ദിയയും ഈ അനിൽകുമാറും തമ്മിലുള്ള വിവാഹമോചന കേസ് കോടതിയിൽ നിലവിലിരിക്കുകയാണ്. അപ്പോൾ അനിൽകുമാറിൻ്റെ വസ്തു, അതായത് അയാളുടെ പുരയിടം മിനിഞ്ഞാന്ന് കോടതി ജപ്തി ചെയ്തിരുന്നു. ഭാര്യയുടെ വസ്തുവകകൾ, അതായത് ഭാര്യയുടെ സ്വർണമോ മറ്റോ എടുത്തു എന്ന് ഭാര്യ ആരോപിച്ചു കൊണ്ട് നൽകിയ ഹർജിയിലായിരിക്കാം ഈ ഒരു ജപ്തി നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടുള്ള ഒരു ഹർജിയിലായിരിക്കാം ഈ ഒരു ജപ്തി നടന്നത്. എന്തായാലും ഈ അനിൽകുമാറിൻ്റെ വസ്തു ജപ്തി ചെയ്തു. ഇതാണ് ഇയാളെ പ്രകോപിതനാക്കിയത്. നോക്കൂ, എന്തൊക്കെയായാലും നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട്. സ്ത്രീധനം കൊടുക്കരുത്, വാങ്ങരുത്, അത് കുറ്റകരമാണ് എന്നുള്ള ഒരു നിയമമുണ്ട്. പക്ഷേ ഈ നിയമമുള്ളപ്പോൾ പോലും സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ കേസുണ്ടാകുമ്പോൾ, വിവാഹമോചന കേസുണ്ടാകുമ്പോൾ ഭാര്യ കൊടുത്തിരിക്കുന്ന പരാതിയിൽ, അതായത് കോടതിയിൽ കൊടുക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് എൻ്റെ ഇത്ര പവൻ സ്വർണം എടുത്തു, എൻ്റെ ഇത്ര രൂപ വാങ്ങി, അല്ലെങ്കിൽ എൻ്റെ അത് വാങ്ങി, ഇത് വാങ്ങി, ഇങ്ങനെയുള്ള കള്ളമായിട്ടുള്ള മൊഴികളും കൊടുക്കാറുണ്ട്. അപ്പോൾ അതോടെയാണ് ഈ ഭർത്താവിൻ്റെ വസ്തുവകകൾ ജപ്തി ചെയ്യാൻ കോടതി നിർബന്ധിതമാകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താവിൻ്റെ സമ്പാദ്യമായിരിക്കാം, അയാളുടെ കിടപ്പാടമായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ സമ്പാദിച്ചതായിരിക്കാം. അവിടെ ഇത്തരം ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ജപ്തി നടക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും അത് സഹിക്കണമെന്നില്ല, ചിലർ പ്രകോപിതരാകും. അതിൻ്റെ ഒരു ഇരയാണ് ഈ പറഞ്ഞ പ്രീത. ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീധനം കൊടുക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കാത്തത്? അങ്ങനെ ഒരു നിയമം ഇതുവരെ നമ്മുടെ നാട്ടിലില്ലല്ലോ. ഏതെങ്കിലും പെൺകുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേർക്ക് സ്ത്രീധനം കൊടുത്തു എന്നതിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ടോ? പക്ഷേ സ്ത്രീധനം ചോദിച്ചു, സ്ത്രീധനം വാങ്ങി, സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചു എന്നുള്ള കേസുകളൊക്കെ നമ്മൾ നിരവധി കേൾക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, സ്ത്രീധനം കൊടുക്കുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കുന്നില്ല? സ്ത്രീധനം കൊടുക്കുന്നത് കൊണ്ടാണല്ലോ വിവാഹമോചന കേസ് കോടതിയിൽ വരുമ്പോൾ ഈ ഒരു ആവശ്യവുമായി, അതായത് എൻ്റെ സ്വർണം എടുത്തു, എൻ്റെ വസ്തുവകൾ എടുത്തു എന്നുള്ള ആരോപണവുമൊക്കെയായി ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഭാര്യ കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ കോടതിക്ക് ചോദിക്കാമല്ലോ, ഇങ്ങനെ ഒരു നിയമം നിലവിലുണ്ട്, അങ്ങനെ നിലവിലുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ഒരു സ്വർണം കൊടുത്തത്? അതിനിപ്പോൾ സ്ത്രീധനം എന്നുള്ളൊരു വാക്ക് ഹർജിയിൽ ഉപയോഗിക്കാറില്ല, പകരം വിവാഹ സമ്മാനം. നോക്കൂ, ഏതൊരു നിയമത്തെയും വളച്ചൊടിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. പക്ഷേ അഭിഭാഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ പ്രൊഫഷനാണ്. അവർ കേസ് ജയിക്കാൻ വേണ്ടി അവർ അവരുടേതായ രീതിയിലുള്ള ചില ക്രമങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് കോടതികൾക്ക് ചോദിച്ചുകൂടാ? നിങ്ങൾ ഈ വിവാഹ സമയത്ത് സ്വർണം കൊടുത്തത് കൊണ്ടാണല്ലോ ഈ ഭർത്താവ് സ്വർണം എടുത്തു എന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പുരുഷൻ മാത്രം കുറ്റക്കാരനാകുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു, വെട്ടിക്കൊല്ലുന്നു, റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്നു. എന്തെല്ലാം ക്രൂരമായ കൊലപാതകങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ നമ്മൾ എടുത്തു നോക്കിയാൽ, അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. പല സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുള്ളത് വളരെ ക്രൂരമായിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്രതികാര ബുദ്ധിയൊക്കെ, സ്നേഹവും കാമവും അതുപോലെ സങ്കടവും ഒക്കെ ഉള്ളതുപോലെയുള്ള ഒരു വികാരമാണ് പ്രതികാരവും. ഈ പ്രതികാരമൊക്കെ ഇതുപോലെ അയാൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ, അതായത് പെൺകുട്ടി ഒരു വാക്കുതർക്കമുണ്ടാകുമ്പോൾ പെൺകുട്ടി കോടതിയെ സമീപിക്കുന്നു. ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും അതുപോലെ അവരുടെ സഹോദരങ്ങൾക്കും അവരുടെ കുടുംബവുമായി അടുത്തു നിൽക്കുന്ന എല്ലാ പേർക്കെതിരെയും കേസ് കൊടുത്ത് ഈ 498A
ആക്ടിൽ ഉൾപ്പെടുത്തി അവർക്കെതിരെ എല്ലാം കേസെടുക്കും. അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ കോടതിയിൽ കയറി കൂട്ടിൽ നിന്ന് ജാമ്യം എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മോശമായി കരുതുന്ന ഒരു കാര്യമാണ്. പക്ഷെ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യത്തിന്, ഒരു അനുരഞ്ജന ചർച്ചയിലൂടെ തീർക്കാമായിരുന്ന ഒരു വിഷയത്തിനെ പെരുപ്പിച്ചു കാട്ടി ഞങ്ങൾ ജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി കോടതിയെ സമീപിക്കുമ്പോൾ ഈ പറയുന്ന ഭർത്താവിൻ്റെ മാതാപിതാക്കളും മറ്റു അടുത്ത ബന്ധുക്കളുമൊക്കെ ജാമ്യം എടുക്കാൻ വേണ്ടി കോടതിയിലേക്ക് വരുന്ന ഒരവസ്ഥ എല്ലാവരും സഹിച്ചു എന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ അനിൽകുമാർ, ഈ പ്രീത എന്ന് പറയുന്ന സ്ത്രീയെ ഇന്നലെ കൊലപ്പെടുത്തിയതിലും കാണുന്നത്. ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ അയാളുടെ ഒരു മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കണം. കാരണം ഈ നിയമത്തിനൊരു ഭേദഗതിയാണ് വേണ്ടത്. മുമ്പ് 498A രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ, എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതി സ്ഥാനത്തുള്ള, അതായത് പ്രതിയെന്ന് ആരോപിക്കുന്നവരെയെല്ലാം അറസ്റ്റ് ചെയ്യണമെന്നൊരു നിയമം, ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇത് കോടതികൾക്ക് ബോധ്യപ്പെട്ടതോടു കൂടിയാണ്, അതായത് സ്ത്രീകൾ ഈ നിയമത്തെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് കോടതി ഇതിൽ ഭേദഗതി വരുത്തിയത്. അതായത് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രം കേസ് രജിസ്റ്റർ ചെയ്താൽ മതി എന്നുള്ളൊരു പരാമർശമൊക്കെ കോടതി പിന്നീട് നടത്തിയിരുന്നു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ പോലും നിസ്സഹായരായ അവസ്ഥയിലാണ്. കാരണം പെൺകുട്ടി കൊണ്ടുവന്ന് പരാതി കൊടുക്കുമ്പോൾ പോലീസിന് കേസെടുക്കാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ കേസെടുക്കാതിരുന്നാൽ, അതായത് പുരുഷന്റെ ഭാഗത്ത് ശരിയുണ്ട്, അല്ലെങ്കിൽ പുരുഷന്റെ വീട്ടുകാരോ ഭർത്താവോ തെറ്റുകാരനല്ല എന്ന് പോലീസിന് ബോധ്യമുണ്ടെങ്കിൽ അവർ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നിലയിൽ അവർ കേസെടുക്കാൻ തയ്യാറാകില്ല. അതിനെ പലപ്പോഴും അനുരഞ്ജന ചർച്ചയിലൂടെ അതിനെ മാറ്റിവിടാനേ അവർ നോക്കാറുള്ളൂ. പക്ഷേ എപ്പോഴും ഈ ഒരു വൈരാഗ്യ ബുദ്ധിയോടെയാണല്ലോ ഈ പെൺകുട്ടിയും വീട്ടുകാരും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കും. എന്താണ് SHO കേസ് എടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി കൊടുക്കും. ഇതൊഴിവാക്കാനായി പല പോലീസ് ഉദ്യോഗസ്ഥരും ഇത്തരം 498A രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകുകയാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം. ഈ ഒരു നിയമം, അതായത് 498A നിലവിൽ വന്നതിന് ശേഷമാണ് രാജ്യത്ത് വിവാഹമോചന കേസുകളുടെ എണ്ണം കൂടിയത്. നിങ്ങൾക്കറിയാമോ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളമാണ്. 2016 കണക്കനുസരിച്ച് 19,233 ഡിവോഴ്സ് കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് 2019 ആയപ്പോഴേക്കും, അതായത് 3 വർഷം കൊണ്ട് ഇത് വർദ്ധിച്ച് 24,770 എത്തി. അതായത് 2019 24,770 വിവാഹമോചന കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. 3 വർഷം കൊണ്ട് 28% വർധനയാണ് വിവാഹമോചന കേസുകളുടെ കാര്യത്തിൽ കേരളത്തിലുണ്ടായത്. ഒന്ന് ഓർത്ത് നോക്കൂ. അപ്പോൾ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നതിന് ഒരു ഉത്തരവാദിത്വം നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് കൂടിയുണ്ട്. പക്ഷേ പല സ്ത്രീകളും ഞങ്ങൾ ദുർബലരല്ല, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ആനുകൂല്യം ലഭിക്കേണ്ട ഒരു സാഹചര്യം എത്തുമ്പോൾ അവർ ഇരവാദമുയർത്തും. അങ്ങനെ നിരവധി കേസുകൾ, നിരവധി സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. നമുക്കറിയാം, സ്ത്രീയും പുരുഷനും എല്ലാ മേഖലകളിലും ഇന്ന് തുല്യരാണ്. അവർക്ക് ബഹിരാകാശത്ത് പോലും സ്ത്രീകൾ പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ ചിലർ ഇപ്പോഴും ഈ പറയുന്ന വിവാഹമോചന കേസുകളുമായിട്ട് കുടുംബ കോടതികളുടെ തിണ്ണ നിരങ്ങുകയാണ്. ഈ കുറ്റകൃത്യങ്ങളൊക്കെ പുരുഷനേക്കാൾ നന്നായി ആസൂത്രണം ചെയ്യാനും അത് നടപ്പിലാക്കാനും സ്ത്രീകൾക്കറിയാം. അതിൻ്റെ ഏറ്റവും വലിയ, അതായത് അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഈ 2 ആഴ്ച മുൻപ് കൊല്ലത്തെ ഒരു വനിതാ ഡോക്ടർ ദീപ്തി മോൾ ജോസ്. അവരുടെ കാമുകൻ വീട്ടിൽ, തിരുവനന്തപുരത്തെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യയെ എയർഗൺ കൊണ്ട് വെടിവെക്കുകയും തിരിച്ചുപോയി ജോലി ചെയ്യുകയും എല്ലാം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തത്. പിന്നീട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. ഇപ്പോൾ തെളിവെടുപ്പിനായി മിനിഞ്ഞന്ന് ഇവരെ ഈ സംഭവ സ്ഥലത്തൊക്കെ എത്തിച്ചു. പക്ഷെ അവർക്ക് യാതൊരു കൂസലുമില്ല. അതുപോലെ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൊല്ലത്ത് ഒരു വയോധികനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഇതൊരു ആസൂത്രിതമായ കൊലപാതകമായിരുന്നു. ഇതൊരു കൊട്ടേഷനായിരുന്നു. ഈ കൊട്ടേഷൻ കൊടുത്തതാകട്ടെ കൊല്ലം മുത്തൂറ്റിലെ ഒരു ജീവനക്കാരിയും, അതായത് ഈ കൊല്ലപ്പെട്ടയാളിൻ്റെ നിക്ഷേപം തട്ടിയെടുക്കാനായി അവർ നടത്തിയ ഒരു തന്ത്രമാണ്. സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തോ എന്നറിയില്ല. ആ സംഭവം ഇപ്പോൾ പുറത്ത് വന്നിട്ടേയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്ത്രീകൾ എപ്പോഴും പുരുഷനെ ഒരു പടി കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സ്ത്രീകൾ നടത്തുന്നത്. അപ്പോൾ എന്തിനാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു അധിക നിയമപരിരക്ഷ കൊടുക്കുന്നത്? ഇതൊരു സൂചനയാണ്. ഈ അനിൽകുമാർ, ഈ പ്രീത എന്ന് പറയുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയത് ഒരു സൂചനയാണ്. കാരണം ഇനി അവർക്ക് ഒരിക്കലും ആ പെൺകുട്ടിക്ക് ഒരിക്കലും അമ്മയെ തിരിച്ചു കിട്ടില്ല. ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ വേണ്ട എങ്കിൽ ആ വിവാഹ സമയത്ത് സ്ത്രീധനം ഞങ്ങൾക്ക് തരാൻ താല്പര്യമില്ല, അയാൾക്ക് വേണമെങ്കിൽ അയാൾ കല്യാണം കഴിക്കട്ടെ, അല്ലെങ്കിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ ഇവർക്ക് നിയമപരമായ നടപടികൾ അന്നു തന്നെ ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്യാതെ
ഇപ്പോൾ ഒരു വാക്കുതർക്കമുണ്ടായപ്പോൾ ഇത്തരത്തിൽ വിവാഹമോചന കേസ് നടക്കുന്നു, അയാളുടെ ഭൂമി ജപ്തി ചെയ്യിപ്പിക്കുന്നു. അതിൽ പ്രകോപിതനായി അവർ വന്നിട്ട് അയാൾ വന്ന് ഈ പെൺകുട്ടിയുടെ അമ്മയെ കൊലപ്പെടുത്തുന്നു. അതായത് ഈ 498A പോലെയുള്ള നിയമത്തിന് ഒരു ഭേദഗതി വന്നാൽ, അല്ലെങ്കിൽ ഈ നിയമം തന്നെ എടുത്തു കളഞ്ഞാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾക്ക്, അതായത് വിവാഹമോചന കേസുകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകൂ. ഈ ഒരു നിയമത്തിന് ഒരു അറുതി വരുത്തിയില്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.